ഒന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതും ഈ എക്സ് മുസ്ലിംസ് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹൂർലിങ്ങൾ അതിലൊന്നു മാത്രമാണ്. വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ എക്സ് മുസ്ലിങ്ങളെ കൊണ്ട് വലിയ ഇടങ്ങാറായിരിക്കണം. ഹൈതമി സാറ് പറഞ്ഞ് വളരെ കറക്റ്റാണ്. വലിയ നൊമ്പിരായിരാണ് ഈ മനുഷ്യന്മാരെ കൊണ്ട്. കണ്ടില്ലേ, അവർ സ്വർഗത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിൻ്റെ കോൺസെപ്റ്റ് വളരെ മോശമാക്കി അവതരിപ്പിക്കുകയാണ് എക്സ് മുസ്ലിങ്ങൾ ചെയ്യണത്. ഇവരൊന്ന് പൊളിച്ചടുക്കണം ഹൈതമി സാറെ. അപ്പം എല്ലാവരെയും ഹൈതമി സാറിൻ്റെ എക്സ് മുസ്ലിങ്ങളെ പൊളിച്ചെടുക്കുന്ന വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് എക്സ് മുസ്ലിങ്ങളെ ഹൈതമി സാറ് പൊളിച്ചെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഹൈതമി സാറ് ഇനി പറയുന്നതെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഒന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതും ഈ എക്സ് മുസ്ലിംസ് വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹൂർലിങ്ങൾ അതിലൊന്നു മാത്രമാണ്. ഇവരെ പറയും, ആ പ്രചരണം നമ്മുടെ കാര്യമായി കൊണ്ടുവന്നത് ഈ ജബ്ബാറാണ്. അദ്ദേഹമൊക്കെ ഇതിന് മാത്രം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാപ്പിളാരെ സ്വർഗത്തിൽ ഇതായിരുന്നു, എവിടെ നോക്കിയാലും പാൽപ്പുഴ, എവിടെ നോക്കിയാലും തേൻപുഴ, എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങൾ, ഇങ്ങനൊരു സഭയിൽ പറയാൻ പറ്റാത്ത സ്വർഗമാണ്. അതെ, ഒരു സഭയിൽ പറയാൻ പറ്റാത്ത, എവിടെ നോക്കിയാലും പാൽപ്പുഴ, മദ്യപ്പുഴ, പെണ്ണുങ്ങൾ, ഇതൊക്കെയാണ് ജബ്ബാർ മാഷ് പറഞ്ഞെടുക്കണമെന്നുള്ളതാണ്. ജബ്ബാർ മാഷ് വളരെ മോശമായിപ്പോയി. ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ. ഒരു സഭയിൽ പറയാൻ കൊള്ളാത്ത ഇസ്ലാമിൻ്റെ സ്വർഗമെന്ന് നിങ്ങൾ അവതരിപ്പിച്ച് വളരെ മോശമായിപ്പോയി. ഇസ്ലാമിൻ്റെ സ്വർഗം സഭയിൽ പറയാൻ കൊള്ളുന്നതാണെന്നാണ് ഹൈതമി സാറ് പറയുന്നത്. സഭയിൽ പറയാൻ കൊള്ളാത്ത രീതിയിലേക്ക് ഈ ജബ്ബാർ മാഷിനെ പോലുള്ള ആളുകൾ വളരെ മോശമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സഭയിൽ സ്വർഗത്തിനെ പറ്റി പറയാൻ പറ്റാത്തൊരവസ്ഥ നമുക്കുണ്ട്. അതുണ്ടാക്കിയത് ജബ്ബാർ മാഷാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷല്ല മാഷേ. എന്താണ് മാഷേ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ മാഷേ? വളരെ മോശമായിപ്പോയി. ഹൈതമി സാറ് ഇന്ന് നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ. ബാക്കിയും കൂടെ കേൾക്കാം ഹൈതമി സാർ ഇനി എന്താ പറയണതെന്ന്. പക്ഷെ നമ്മളും അത് കേട്ട് കുറേ അങ്ങനെ വിശ്വസിച്ചു. അതെന്ത് പറ്റി ഹൈതമി സാർ, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ? ജബ്ബാർ മാഷ് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ നടന്നോ? എനിക്ക് തെറ്റിയോ ഒന്നുകൂടെ കേട്ടോക്കെ. എന്താ പറഞ്ഞത് മനസ്സിലായില്ല. പക്ഷെ നമ്മളും അത് കേട്ട് കുറേ അങ്ങനെ വിശ്വസിച്ചു. അതായത് ജബ്ബാർ മാഷ് ഇങ്ങനെ സ്വർഗത്തിനെ കുറിച്ച് ഒരു സൈഡിലേക്ക് തിരിഞ്ഞാൽ മദ്യപ്പുഴ, ഒരു സൈഡിലേക്ക് തിരിഞ്ഞാൽ ഭാരതപ്പുഴ, ഒരു സൈഡിലേക്ക് തിരിഞ്ഞാൽ പിന്നെ തേനിപ്പുഴ, ഒരു സൈഡിലേക്ക് തിരിഞ്ഞാൽ ഹൂറിപ്പുഴ, ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചോ? എനിക്കറിയില്ല. അങ്ങനെ തന്നെയല്ലേ ഹൈതമി സാറേ പറഞ്ഞത്? വിശ്വാസികളൊക്കെ എത്ര മൊയന്തകളാണെന്നാണോ ഹൈതമി സാറ് പറയണത്? എക്സ് മുസ്ലിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലും വിശ്വസിച്ചിട്ട് അതും വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരാണെന്നാണോ ഹൈതമി സാറ് പറയുന്നത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. നമുക്ക് ഹൈതമി സാറ് ഇനി എന്താ പറയുന്നതെന്ന് കൂടെ കേട്ടു നോക്കാം. പക്ഷെ നിങ്ങൾ ഖുർആൻ മൊത്തം ചെക്ക് ചെയ്ത് നോക്കൂ. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ധാരണ എന്താ അറിയോ? ഖുർആനിൽ പറയുന്നത് ഒരു ഡ്രീം വേൾഡ് അല്ല, ഒരു റിയൽ ലൈഫാണ്. കൃഷിയുള്ള, കച്ചവടമുള്ള, നഗരങ്ങളുള്ള, ഗ്രാമങ്ങളുള്ള, തോട്ടങ്ങളുള്ള, ഗ്രാമീണ ഭംഗിയുള്ള ഒരു ലൈഫാണ് സ്വർഗം. ഷെടാ, ഇതിപ്പോൾ എന്താ അവസ്ഥ? ഇത് ചെറിയൊരു ഗ്രാമം, കുറച്ച് ഫോറസ്റ്റ്, കുറച്ച് ടൗണ്, അങ്ങനെയൊക്കെയുള്ളൊരു സാധനം. ഒരു ഡ്രീം വേൾഡേ അല്ല. ഒരു ഗ്രാമവും ചെറിയ പട്ടണം, കൊച്ചു കുടിലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പാണ്. ആളുകൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഹൈതമി സാറേ. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇങ്ങനെയാണ് സ്വർഗമെങ്കിൽ ഈ ആൾക്കാർ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വല്ലാതെ ഇടങ്ങാറാവേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇങ്ങനെ തന്നെ അല്ലേ? ആൾക്കാരെ വല്ലാണ്ട് ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹൈതമി സാറ് ഇനി നമുക്ക് കൂടുതൽ വിശദീകരിച്ച് തരുന്നതായി മനസ്സിലാക്കണം. സ്വർഗം എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് എവിടെയും പറഞ്ഞത്, മാൾ എന്നല്ല. സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുക ദുബൈ മാളൊക്കെയാണ്. അതൊന്നുമല്ല, ഒരു ഗ്രാമമാണ്, ഒരു തോട്ടമാണ് സ്വർഗം. അതെ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു തോട്ടമാണ്, ഒരു ഗ്രാമമാണ്. തോട്ടക്കാട്ടുകര ഗ്രാമം, നമ്മളെ ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പേര് തോട്ടക്കാട്ടുകര ഗ്രാമം. അതുപോലൊരു ഗ്രാമമാണ്. ഒരു ഗ്രാമത്തിലെ കൊച്ചു ഇലകൾ, പൂക്കൾ, ഈ സെറ്റപ്പാണ് സ്വർഗം. ഈ ജബ്ബാർ മാഷിനെ കൊണ്ടുള്ള നൊമ്പരായിരാണ് ഇതൊക്കെ. മൂപ്പരാണിത്. അവിടെ തിരിഞ്ഞാൽ മദ്യപ്പുഴ, ഇവിടെ തിരിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ മൂപ്പര് കൊണ്ടുവന്നാ. ഇതൊക്കെ നമ്മൾ തടയേണ്ട. ഈ എക്സ് മുസ്ലിങ്ങളെ കൊണ്ട് ബെല്ലാതെ അടങ്ങാറായിരിക്കുന്നത് മനുഷ്യന്മാർ.
ചെറിയൊരു തൊട്ടക്കാട്ടുകര ഗ്രാമം. ഇത്രയേ ഉള്ളൂ സ്വർഗം, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അല്ലാണ്ട് ആൾക്കാർ വിചാരിക്കും ദുബായ് മാള് പോലെ മറ്റേ സെറ്റപ്പാണെന്ന്. അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല. മൾട്ടിപ്ലക്സും ഈ പറഞ്ഞ സിനിമകളും ഇതൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ. ഒരു ഗ്രാമം, ആ ബിൽഡപ്പ് മതി, അത് മതി, ഇത്രയേ ഉള്ളൂ. തെജരീമിൻ തഹത്തിഹൽ അൻഹാർ, അവിടെ നദിയുണ്ട്, പുഴയുണ്ട്, അരുവിയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, മീനുകളുണ്ട്. പിന്നെയോ ഖാലിദീന ഫീഹ, അതായത് മനുഷ്യൻ്റെ വിനോദസങ്കല്പങ്ങൾ 1400 കൊല്ലം മുമ്പ് ഖുർആൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് 2025-ലും. അതാണ് അവിടെയുള്ള മുഅ്ജിസത്ത്. ഖാലിദീന ഫീഹ, അവിടെ നിങ്ങൾക്ക് പൗരത്വം ഉണ്ടാകും. ഇപ്പോൾ ഗൾഫിലൊക്കെ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. നാട്ടിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന ആളും ചിലപ്പോൾ ഗൾഫിൽ BMW-ലാണ് പോവുക. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഒന്ന് വേറെയാണ്. പക്ഷേ അവിടെ അപ്പാർട്ട്മെൻറ്റ് ലൈഫ്, വലിയ കാറ്, വലിയ റോഡ്, വലിയ സൗകര്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയോ? പൗരത്വം ഇല്ല. ഹുക്കൂമത്തൊരു പുതിയ നിയമം കൊണ്ടുവന്നാൽ പിറ്റേന്ന് രാവിലെ കയറി വരണം, എൻ്റെ 20 കോടി റുപ്യ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പറയലേ ഉണ്ടാവുള്ളൂ, ഭയം ഉണ്ടാവില്ല. അപ്പോൾ ഖുർആൻ എടുത്തടിച്ച് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അതിഥികളോ അഭയാർത്ഥികളോ ഒന്നും ആവൂല. ഖാലിദീന ഫീഹ, അവിടെ ആധാർ കാർഡ് ഉണ്ടാകും, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ നാഷണാലിറ്റി ഉണ്ടാകും, അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാകും, അവിടുത്തെ വോട്ടവകാശം ഉണ്ടാവും, അവിടുത്തെ റേഷൻ കാർഡ് ഉണ്ടാവും. നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലായിരിക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്വർഗ്ഗമാണ് നമ്മളെ ഹൈത്തമി സാർ അവതരിപ്പിക്കുന്നത്. ആകെയുള്ളവരവിടെയുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പൗരത്വം ഉണ്ടാവും, അവിടെ സ്ഥിരമായിട്ട് താമസിക്കുക, നിങ്ങൾ അഭയാർത്ഥികളായിട്ട് സമീപിക്കണം. അല്ലാണ്ട് ഗൾഫിലൊക്കെ നമ്മളിപ്പോൾ എത്ര കാലം പണിയെടുത്തു കഴിഞ്ഞാലും ഒരു പൗരത്വം നമുക്ക് കിട്ടില്ല. പക്ഷേ യൂറോപ്പിലും മറ്റേ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പോയാലും അതേപോലെ നമ്മൾ അമേരിക്കയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം അവിടെ നിന്ന് നിങ്ങൾക്ക് പൗരത്വമൊക്കെ കിട്ടും. ഇപ്പോൾ ഗൾഫിലെ പോലെ പൗരത്വം ഇല്ലാത്ത സെറ്റപ്പല്ല, നമ്മൾ ഈ യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ കാനഡ പോലുള്ള രാജ്യങ്ങളെ പോലുള്ളൊരു സെറ്റപ്പാണ്. പക്ഷേ ആ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡപ്പ് ഉണ്ടാവില്ല. ഒരു തോട്ടക്കാട്ടുകര ഗ്രാമം, ഒരു ഗ്രാമവും ഒരു തോട്ടവും, ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ടുപിടിച്ച ഒരു ഫേക്ക് ക്യാമ്പയിനാണ് മാപ്പിളാർ പറയുന്ന സ്വർഗത്തിൽ ഇടത്തോട്ട് നോക്കിയാൽ പാലിൻ്റെ പുഴ, വലത്തോട്ട് നോക്കിയാൽ തേനിൻ്റെ പുഴ, മുമ്പോട്ട് നോക്കിയാൽ മാറ് തുറന്ന പെണ്ണുങ്ങൾ. അത് അവരുടെ സ്വപ്നമാണ്. അതായത് ഇപ്പം ഹൈത്തമി സാറ് പറയണത് എന്താ വെച്ചാൽ മാപ്പിളാരുടെ സ്വർഗത്തിനെ പറ്റിയിട്ട് വല്ലാണ്ട് അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എക്സ് മുസ്ലിങ്ങൾ നടക്കണമെന്നുള്ള ആ ഒരു പരാതി അദ്ദേഹത്തിന് തീരുന്നില്ല. മാറ് തുറന്ന പെണ്ണുങ്ങളില്ല, അവിടെ പുഴയില്ല, അവിടെ തേൻപുഴയില്ല. ഇതെങ്ങോട്ടാണ് മൂപ്പര് കൊണ്ടുപോകണമെന്ന് നമുക്കറിയില്ല, എന്നാലും വല്ലാണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. അവസാനം പറഞ്ഞൊരു സാധനമുണ്ട്, അത് സൂപ്പർ സാധനമാണ്. എന്താണ് മൂപ്പര് പറഞ്ഞത് അവസാനം? മുമ്പോട്ട് നോക്കിയാൽ മാറ് തുറന്ന പെണ്ണുങ്ങൾ, അത് അവരുടെ സ്വപ്നമാണ്. അതെ, ആരുടെ സ്വപ്നം? എന്തോ ഇതേപോലെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ സ്വപ്നമായിരിക്കും. ആരുടെ സ്വപ്നമാണെന്ന് നമുക്കറിയില്ല, ആരുടെ ഒരു സ്വപ്നമാണ്. നമ്മൾ ഇതേപോലെ വേറൊരു ഉസ്താദ് ഇതേപോലെ ഒരു സ്വപ്നം പറഞ്ഞതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ മൂപ്പരെ സ്വപ്നമായിരിക്കും. അതൊന്ന് കേട്ടോ നോക്കാം. ജീവിക്കാം. നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ഷാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടോ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ? അള്ളാഹുവിനെ പേടിച്ച് ഇതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. ഈ ഉസ്താദിനോട് ഇപ്പം നമ്മൾ എന്താ പറയാ ഹൈത്തമി സാറേ? ഈ ഉസ്താദ് ഇപ്പോൾ ഇവിടെ പെണ്ണുങ്ങളെ കയറി പിടിക്കാത്തതും ഈ തലയിൽ തൊപ്പിയിട്ടിട്ട് ഈ കടിച്ച് പിടിച്ച് നടക്കണതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വിചാരിച്ചത്? ഈ മാറ് തുറന്ന പെണ്ണുങ്ങളുണ്ടാവും വിചാരിച്ചിട്ടില്ലേ? ഈ ഒരു പാവം മനുഷ്യൻ ഇത് ഈ പൂതി വെച്ചല്ലേ നടക്കണത് അല്ലേ? ഇയാളുടെ മനസ്സിലുള്ള സാധനം എന്താണ്? പെണ്ണുങ്ങളെ കയറി പിടിക്കണം, ഈ തൊപ്പീസ പരിപാടികളൊന്നും മൂപ്പർക്ക് ഇഷ്ടമല്ല. ഈ താടി വളർത്തി ഈ പരിപാടി ഉണ്ടല്ലോ, തേനീച്ചക്കൂട് പോലെ താടി വളർത്തിയിട്ട് നടത്തേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ വളരെ ആ ഉസ്താദിൻ്റെ ഒരു വിഷമം അദ്ദേഹം ഉണ്ടല്ലോ. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? ഇപ്പോൾ ഈ ഉസ്താദിനോട് നമ്മളെന്ത് പറയും? ഒരു തോട്ടക്കാട്ടുകാര ഗ്രാമം മാത്രമേ ഉള്ളൂ നമ്മളെ സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഉസ്താദിൻ്റെ ഒരു സങ്കടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മൂപ്പര് ഒന്നും കൂടെ കേട്ടു ആ ഉസ്താദിൻ്റെ ഒരു വിഷമം, ആ ഒരു വിലാപം ആരോ മൂപ്പര് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ജീവിക്കാം. നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ഷാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ? നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടോ? നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ? അള്ളാഹുവിനെ പേടിച്ച് ഇതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. ഇതിൽ ഈ ഉസ്താദിനോട് പറയാനുള്ളത് സ്വർഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല.
നിങ്ങൾ അള്ളാനെ വിശ്വസിക്കുന്ന പരിപാടി നിർത്തരുത്. അള്ളാനെ വിശ്വസിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ റോട്ടിലൂടെ പോണ പെണ്ണുങ്ങളെ കയറി പിടിക്കും. നിങ്ങളത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ധാർമ്മികത അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് വേറെ വിഷയം. കാരണം ഇങ്ങനത്തെ ആൾക്കാർ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു സാധനത്തിനോണ്ട് മാത്രമാണ് സമൂഹത്തിൽ ക്രൈം ചെയ്യാതെ നടക്കുന്നത്, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്, CCTV ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചിലർ മോഷ്ടിക്കാത്തതെന്ന് പറഞ്ഞ പോലെ ഈ ഉസ്താദ് ഇപ്പോൾ അള്ളാ പറഞ്ഞുകൊണ്ടാണ് മൂപ്പര് പെണ്ണുങ്ങളെ കയറി പിടിക്കാത്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാനെ വിടാണ്ട് പിടിച്ചോളി, ഒരിക്കലും നിങ്ങൾ വിട്ടുപോരുത് എന്നൊക്കെ പറയാനുള്ളത്. അത് വേറെ കേസ്. ഇവിടെ ജബ്ബാർ മാഷ് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണ് ഈ ഉസ്താദ് എന്ന് എനിക്ക് തോന്നുന്നു. ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഉസ്താദ് ജബ്ബാർ മാഷിൻ്റെ പ്രസംഗം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ സ്വർഗത്തിൽ ഈ പറഞ്ഞ മുന്നിലേക്ക് നോക്കിയാൽ തുറന്ന മാറിടുള്ള പെണ്ണുങ്ങളെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നടക്കാൻ തോന്നുന്നു അല്ലേ? അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ആളുകളോടൊക്കെ ഇപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ ഹൈതമി സാറേ? വളരെ സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അല്ലേ? നമുക്ക് വളരെ ഒരു അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണത്. പ്രിയപ്പെട്ട സുഹൃത്ത്, ഇത് ഇങ്ങനെ നല്ല വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ് ബ്രോ. അത്രയും പറയാനുള്ളൂ. ബ്രോ ഇങ്ങനെയല്ല വർക്ക് ചെയ്യുക. എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് ജബ്ബാർ മാഷിൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ള വേറൊരു മൊയ്ലിയാരെ ഒന്ന് കേട്ടു വെക്കാം. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. നോട്ട് ദ പോയിന്റ്. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. സമപ്രായക്കാരികളായ സഹോദരിമാർ. ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. കവായിബ, സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. വഹൂറുൻ നഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. വഹൂറുൻ നഈൻ, ഹൂറുല്ലിങ്ങളുണ്ട്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, സ്വർഗീയ തരുണിമണികള്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ഒരു ദീർഘമായ ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു. ഹൂർലിങ്ങളെ കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞ കവായി ബാത്രാബ എന്ന് പറഞ്ഞത്? അല്ല, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമാണ്. കാരണം സ്വർഗീയ പെണ്ണുങ്ങളെ ഒറ്റ വാക്കിൽ പരാമർശിക്കുന്നിടത്ത്, ഹൂർലിങ്ങൾ എന്ന് പ്രത്യേകം പറയാതെ ഒറ്റ വാക്കിൽ പരാമർശിക്കുന്നിടത്ത് അവിടെ സ്വർഗത്തിലെ പെണ്ണുങ്ങള് ഹൂർലിങ്ങൾ മാത്രമല്ല, ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ എത്തിപ്പെട്ട പെണ്ണുങ്ങള് ഹൂർലിങ്ങളെക്കാൾ സുന്ദരികളും മിടുക്കികളുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച. അതുകൊണ്ട് തന്നെ അവരും ആ വിഭാഗത്തിൽ ഉൾപ്പെടും. വകവാഇബ ത്രാബ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്ന് മരിച്ചുപോയ പെണ്ണൊരു പക്ഷേ 90-ാമത്തെ വയസ്സിലായിരിക്കും ഫാത്തിമ താത്ത വിടുന്ന് മരിച്ചുപോയത്. പക്ഷെ അവിടെ എത്തുമ്പോൾ 90 വയസ്സായിട്ടാണോ? അല്ല. സ്തനങ്ങളൊന്നും ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല, മുതുക് വളഞ്ഞിട്ടില്ല, പല്ല് വീണുപോയിട്ടില്ല. ആ ഓമനത്വം തുളുമ്പുന്ന മുഖവും ശരീരവുമായിട്ട് ആ പഴയ ഫാത്തിമക്കുട്ടി അല്ല, അതിലേറെ. ഇവിടെ നിന്ന് സൗന്ദര്യം കുറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ അവിടെ അങ്ങനെയല്ല, പൂർണ്ണമായും ചേഞ്ചിന് വിധേയമായിട്ടാ വരുന്നത്. ഭാഗങ്ങളൊക്കെ ഞാൻ ഓതാൻ പോകുന്നുണ്ട്. അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ പറഞ്ഞതിൽ ആദ്യമായി സൂറത്തുൽ വാഖിയയിൽ അല്ലാഹ് പറഞ്ഞതിന്റെ ആ താല്പര്യം, കംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട്. കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല. ആ മുത്ത് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ. മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ.
അശുദ്ധമായിട്ടില്ലെന്നർത്ഥോ, വിശുദ്ധമായ മുത്താൻ. മാത്രമല്ല ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക് പുരളുക, പാക്കറ്റ് പൊളിച്ച് പുറത്തിടുമ്പോഴാണ് പൊടി പാറുക, അഴുക്ക് പറ്റിപ്പിടിക്കുക, അതിന്റെ കളറിന് അതിന്റെ തിളക്കത്തിനു മങ്ങലേൽക്കുക. എന്നാൽ ഒരനക്കം മങ്ങലേറ്റിട്ടില്ലാത്ത തിളങ്ങുന്ന ശരീരമുള്ള സഹോദരിമാർ അല്ലാഹു തആല പറഞ്ഞതാ ഇവരെ കുറിച്ച് പറഞ്ഞു, കാരണം ആരും അവരെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല. നീയാണ് ആദ്യമായിട്ട് തൊടുന്നത്, നീയാണ് ആദ്യമായിട്ട് അവരെ തൊടുന്നത്. അതിന്റെ മുമ്പ് ഒരൊറ്റയാളും തൊട്ടിട്ടില്ല. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. എവിടെ? സൂറത്തുർ റഹ്മാനിൽ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഇവരുടെ മുമ്പ്, ഈ സ്വർഗീയ ഭർത്താക്കന്മാർക്ക് മുമ്പ് അവരെ ഇൻസോ ജിന്നോ മുമ്പ് തൊട്ടിട്ടില്ല. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അതാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീരെ അശുദ്ധമാകാത്ത വിശുദ്ധരായ സ്ത്രീകള്, അഴുക്ക് പുരണ്ടിട്ടില്ലാത്ത, തിളക്കത്തിനൊരു മങ്ങൽ പോലും ഏൽക്കാത്ത നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടവിടെ. ഒട്ടയൊത്ത് നീങ്ങിയാൽ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. നിങ്ങൾ കേൾക്ക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഒരു ദീർഘമായ ഹദീസാണ്, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അഖ്ബിർനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അൻ ഖൗലില്ലാഹ്, പടച്ച റബ്ബിന്റെ വാക്കെനിക്ക് വിശദീകരിച്ചു തരണം. വഹൂറുൻ ഐൻ, ഹൂറുൻ ഐൻ എന്ന് അല്ലാഹ് പറഞ്ഞല്ലോ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹൂർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഐൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു, ഖാല ഹൂറുൻ ബീൽ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹൂർ എന്ന് പറഞ്ഞാൽ വെളുവെളുന്നനെ വെളുത്ത പെണ്ണുങ്ങൾ എന്നാണ്, നല്ല തിളക്കമുള്ള സഹോദരികൾ എന്നാണ്. ഐൻ എന്ന് പറഞ്ഞാൽ ളിഹാമുൽ ഉയൂൻ, കൺതടാകം വിശാലമായ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണുകളുള്ള നല്ല തിളക്കമുള്ള പെണ്ണുങ്ങളെന്നാണ് ഹൂറുൻ ഐൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉമ്മു സലമ വിട്ടില്ല, നബിയെ എനിക്ക് കുറച്ചും കൂടെ ചോദിക്കാനുണ്ട്. ഖുൽതു, ഞാൻ പറഞ്ഞു, അഖ്ബിർനി അൻ ഖൗലില്ലാഹ്, അല്ലാഹുവിന്റെ വാചകം എനിക്ക് വിശദീകരിച്ചു തരണം നബിയെ. ഏതാണ് ആ വാചകം? നേരത്തെ ചോദിച്ചത് സൂറത്തുൽ വാഖിയയിലെ ഒരു വചനമാണ്. തൊട്ടടുത്തുള്ള വചനം ചോദിക്കുന്നു, കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. സൂറത്തുൽ വാഖിയയുടെ 22-ാമത്തെ ആയത്താ മറ്റത്, 23-ാമത്തെ ആയത്ത്, കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നബിയെ? ഹബീബ് വിശദീകരിച്ചു കൊടുത്തു, സഫാഉഹുന്ന സഫാഉദ്ദുർ, അവരുടെ തിളക്കം, അവരുടെ ശുദ്ധി, അവരുടെ വിശുദ്ധി, ആ സഫാഉദ്ദുർ മുത്തിന്റെ വിശുദ്ധി പോലെയാണ്. അല്ലദീ ഫിൽ അസ്ദാഫ്, ചിപ്പിക്കകത്തിരിക്കുന്ന മുത്തിനുള്ള വിശുദ്ധി പോലെയുള്ള വിശുദ്ധിയാണ് കേട്ടോ അവർക്കുള്ളത്. അല്ലദീലം തമസ്സഹുൽ ഐദി, ഒരൊറ്റ കരങ്ങളും ആ മുത്ത് തൊട്ടിട്ടില്ല. ആ മുത്തിനെന്തൊരു വിശുദ്ധിയാണോ ഉള്ളത്, ആ വിശുദ്ധിയാണ് കേട്ടോ ഈ പെണ്ണുങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് കംസാലിൽ ലുഉലുഇൽ മക്നൂൻ എന്ന് അല്ലാഹു പറഞ്ഞത്. ഉമ്മു സലമ പറഞ്ഞു, ഞാൻ വിട്ടില്ല. ഇത് സംബന്ധമായുള്ള എല്ലാ ആയത്തുകളും അങ്ങ് ചോദിക്കാമെന്ന് കരുതി ഞാൻ ചോദിച്ചു. ഖുൽതു അഖ്ബിർനി അൻ ഖൗലിഹി തആല, നബിയെ നിങ്ങൾ അല്ലാഹുവിന്റെ വാക്ക് എനിക്ക് വിശദീകരിച്ചു തരണം. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, സൂറത്തുർ റഹ്മാനിന്റെ 70-ാമത്തെ ആയത്ത്. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവരുടെ കൂട്ടത്തിൽ ഖൈറാത്തുൻ ഹിസാൻ,
നല്ല സ്ത്രീകളുണ്ട്, സുന്ദരികളായ സ്ത്രീകളുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം ചോദിച്ചപ്പോ ഹബീബ് പറഞ്ഞു ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഖൈറാത്തുൽ അഖ്ലാഖ്, സൽ സ്വഭാവികളായ പെണ്ണുങ്ങള്. ഹസന ഹിസാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹിസാനുൽ വുജൂഹ്, മുഖം കണ്ടാൽ നല്ല സുന്ദരികളാണവർ, സുന്ദരികളായ പെണ്ണുങ്ങൾ. ഇതാണ് ഖൈറാത്തുൻ ഹിസാൻ. പിന്നെയും ചോദിച്ചു നബിയെ, അല്ല എനിക്ക് വേറെ ഒരു കൺഫ്യൂഷനും കൂടെയുണ്ട് നബിയെ. ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു അത്ഭുത രൂപത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, കഅന്നഹുന്ന ബൈദും മക്നൂൻ. ആ പറഞ്ഞത് എന്താ നബിയെ? കഅന്നഹുന്ന ബൈദും മക്നൂൻ, അവർ തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം നമുക്കിങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ കഴിയാ. ഹൂറുലീങ്ങളെ കുറിച്ച് പറഞ്ഞ ബൈദും മക്നൂൻ, മുട്ട പോലെയാണ്. മക്നൂൻ, തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട മുട്ട. ഇതെന്താ നബിയെ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മു സലമ തിരിഞ്ഞില്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സൂറത്തു സാഫാത്തിലെ 49-ാമത്തെ വചനമാണ്. അതിനെ റസൂലുള്ള വ്യാഖ്യാനിച്ചു, റിഖ്ഖതുഹുന്നകരിഖത്തിൽ ജിൽദ്. ആ പറഞ്ഞത് അവരുടെ ചർമ്മത്തിന്റെ ഓമനത്വമാണ് ഉമ്മു സലമ. അവരെ ചർമ്മത്തിൽ തൊട്ടാലുള്ള മിനുസമാണ് ആ പറഞ്ഞത്. റിഖ്ഖതുഹുന്ന, അവരെ തൊട്ടാലുള്ള ഓമനത്തോ, അവരെ തൊട്ടാലുള്ള മിനുസം. കരിഖത്തിൽ ജിൽദില്ലദീ റഅയ്തി ഫീ ദാഖിലിൽ ബൈദാ, മുട്ടയുടെ അന്തർഭാഗത്ത് നീ വെള്ള കണ്ടിട്ടില്ലേ? മുട്ടയുടെ വെള്ള, അതിലിങ്ങനെ തൊട്ടാൽ നല്ല മിനുമിനുത്ത അവസ്ഥയായിരിക്കും. അതേ രൂപത്തിലുള്ള മിനുസമായിരിക്കും ഉമ്മു സലമ ഹൂറുലിങ്ങളുടെ ശരീരത്തിന്. അള്ളാഹുവിന്റെ ഹബീബ് വർണ്ണിക്കുകയാണ്, കണ്ടോ നിങ്ങള്. അതുകൊണ്ടാണ് കഅന്നഹുന്ന ബൈദും മക്നൂൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മിമ്മാ യലിൽ ഖിശ്റ, മുട്ടയുടെ ഉള്ളിൽ നീ കാണുന്നു, അതെവിടെ? അകത്ത് എന്ന് പറയുമ്പോ, അകത്ത് എന്ന് പറയുന്ന സമയത്ത് കോഴിമുട്ടയുടെ കുരുവിനെ കുറിച്ചല്ല ചർച്ച, കോഴിമുട്ടയുടെ മഞ്ഞക്കുരുവിനെ കുറിച്ചല്ല ചർച്ച. മിമ്മാ യലിൽ ഖിശ്റ, അതിന്റെ തൊലിയുടെ തൊട്ടടുത്തുള്ള ആ വെള്ളയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വഹുവൽ ഗിർഖി, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ കോഴിമുട്ട വെള്ളയാണ്. അതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണിത്, ഗിർഖി, വഹുവൽ ഗിർഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതേ രൂപത്തിലാണ് കേട്ടോ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഖൗലിഹി ഉറുബൻ അത്റാബാ. അല്ല വേറെ ഒരു സ്ഥലത്ത് ഉറുബൻ അത്റാബാ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബാ എന്ന് പറഞ്ഞല്ലോ. ഇതാരെ പറ്റിയാ നബിയേ? ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നാം കന്യകകളാക്കി സൃഷ്ടിച്ചു. സ്വർഗത്തിലെ സ്വർഗീയ തരുണിമണികളെ നാം കന്യകകളായി സൃഷ്ടിക്കും. എന്റെ സ്വർഗാവകാശികൾക്ക് വേണ്ടി കന്യകകളായി സൃഷ്ടിക്കൂ. ഉറുബൻ അത്രാബ, അവർ ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കുന്നവരാണ്. അത്രാബ, സമപ്രായക്കാരാണ് അവർ. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ഈ ഭൂമിയിൽ നിന്ന് അമലു ചെയ്ത് കഷ്ടപ്പെട്ടു മരിച്ചുപോയ പാവപ്പെട്ട പെണ്ണുങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, കുന്നല്ലവാതി ഖുബിൽന ഫീ ദാരി ദുനിയാ, ഐഹിക ലോകത്ത് വെച്ച് റൂഹ് പിടിക്കപ്പെട്ട ആ പെണ്ണുങ്ങളെ കുറിച്ചാണ് അള്ളാഹു ആ പറഞ്ഞത്. അത് ദുനിയാവിലെ പെണ്ണുങ്ങളെ കുറിച്ചാണ്. അതാ ഞാൻ പറഞ്ഞത്, ദുനിയാവിലെ പെണ്ണുങ്ങളെ കുറിച്ച്. അപ്പൊ ദുനിയാവിലെ പെണ്ണുങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉറുബൻ അത്റാബാ, സമപ്രായക്കാരികൾ, കാണാൻ നല്ല സുന്ദരികൾ, ഒരേ പ്രായക്കാർ. അതുപോലെ തന്നെ ഉറുബൻ, ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങള്. എല്ലാവരും കന്യകകള്. ഭൂമിയിൽ ഒരു പക്ഷേ 10 പേറ്റ പാത്തുമ്മത്താത്തയാ, പക്ഷെ അവിടെ വരുമ്പോ കന്യകയാ. അവിടെ വരുമ്പോ കെട്ടിക്കാത്ത പെൺകുട്ടിയുടെ ആകൃതിയിലാ വരുന്നത്. വയസ്സെത്രയാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹുന്ന ബനാതു 33
അവർക്കൊക്കെ 33 വയസ്സാണ്. വകദാലിക അസ്വാജുഹുൻ, അതേ രൂപത്തിൽ തന്നെയാണ് സ്വർഗത്തിലുള്ള പുരുഷന്മാർക്കും 33 വയസ്സാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ 33 വയസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഫജഅൽനാഹുന്ന അബ്കാറ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോ ഒരു ഹദീസിലൂടെ, ഈ ഹദീസിലെല്ലാം വായിക്കുന്ന ഹദീസിലല്ല, മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ, ഭർത്താക്കന്മാർ ഓരോ പ്രാവശ്യം അവരെ സമീപിക്കുമ്പോഴും അവർ കന്യാചർമ്മമുള്ളവരായിരിക്കും, കന്യകകളായിരിക്കും. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, വലിയ തമാശക്കാരിയായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി പറഞ്ഞു, വാ വജഅ യാ റസൂലല്ലാഹ്, വാ വജഅ യാ റസൂലല്ലാഹ്. ആയിഷ ബീവി ഒരു തമാശ പറഞ്ഞതാ, നബിയെ അത് കുറച്ച് കഷ്ടാണല്ലോ നബിയെ, കാരണം കന്യകയായിട്ട് അവിടെ സ്ഥിരമായി നിൽക്കുക എന്നത് അതൊരു വല്ലാത്ത കഷ്ടമല്ല നബിയെ. കാരണം ഒരു കന്യകയായ പെണ്ണിന് ഭർത്താവുമായി ബന്ധപ്പെടാൻ തൊടുമ്പോഴുണ്ടായ മാനസിക നിർവൃതി, അത് അവസാനിക്കാത്ത കാലഘട്ടത്തില് എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടാലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അത് നിലനിൽക്കുമെന്ന് പറയുമ്പോ ഇത് ആഗ്രഹിക്കാത്തവരാരുണ്ടാകും? ഫസ്റ്റ് നൈറ്റ് ഒന്നും അടങ്ങി വരാൻ സ്വാഭാവികമായി മനുഷ്യൻ ആഗ്രഹിക്കൂലേ? സ്വാഭാവികമാണ്. പക്ഷെ അത് തീരാത്ത, ഫസ്റ്റ് നൈറ്റുകൾ തീരാത്ത ലോകം അത് സ്വർഗമാണ്. ഇത് കേട്ട് ഇതിപ്പോൾ ഷുഹൈബ് ലൈത്തവി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം സ്വർഗത്തിനെ വിശദീകരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജബ്ബാർ മാഷിൻ്റെ പുസ്തകം ഏതോ വായിച്ചിട്ട് പറയായിരിക്കും ചിലപ്പോൾ. ജബ്ബാർ മാഷിൻ്റെ പുസ്തകമാണല്ലോ ഖുർആൻ. അപ്പോൾ മൂപ്പരിങ്ങനെ പറയുകയാണ്, എന്താണ് ഇത്രയും നേരം പറഞ്ഞത്? സ്വർഗത്തിൽ നിർത്താത്ത ആദിരാത്രി, ഇതാണ് മെയിൻ. ഇത്രയും വലിയ അനുഗ്രഹം എന്താണ്? കോഴിയുടെ മുട്ടയുടെ വെള്ള പോലെ മൃദുലം ശരീരം, കവായി ബത്രാബ, ഉടയാത്ത മാറിടങ്ങൾ. അപ്പോൾ ഹൈത്തമീനോട് പറയാനുള്ളത്, നിങ്ങളെ സ്വർഗം ഒരു സദസ്സിൽ പറയാൻ പറ്റാത്ത സ്വർഗം ആക്കി മാറ്റിയത് എക്സ് മുസ്ലിങ്ങളോ യുക്തിവാദികളോ അല്ല, നിങ്ങളെ മൊയ്ലിയാമാരാ. ഈ ബാക്കി മൊയ്ലിയാമാരോട് നമുക്ക് കേട്ട് നോക്കാം. ഭയങ്കര സാധനം, ബഹുത്ത് ബഡ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം. അതാണ് അടുത്തത് അള്ളാഹു പറയുന്നത്. ആയത്തോതി പോലെയുള്ള വിശദീകരിക്കത്തില്ല. വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ വഹും ഫീഹാ പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്തു തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കും. വിശദീകരിക്കാൻ ഞാനില്ലേ, അത് ഒരുപാടുണ്ട്. സൂറത്തുൽ വാഖിയയും സൂറത്തുൽ റഹ്മാനും ഒക്കെ എടുത്ത് അങ്ങോട്ട് വിശറിയാണ്. ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും അല്ലാഹു തൗഫീഖ് നമുക്ക് പറയും. ഇപ്പൊ പറഞ്ഞാൽ പ്രശ്നമാണ്. മൂപ്പരെ തന്നെ പറയുമ്പോൾ തന്നെ മൂപ്പരെ കൺട്രോൾ പോകുന്നുണ്ട്. മൂപ്പർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. മൂപ്പരെ അങ്ങോട്ട് കടിച്ച് പിടിച്ച് ഇരിക്കുക. ഓക്കെ, ഇനി വേറൊരുത്തൻ. സ്ത്രീകളതാ നിരനിരയായി നിൽക്കുന്നു. പള്ളിക്കന്ന് ഒരു കരടൻ എടുത്തിട്ടാൽ ഒരു ഹൂറിപ്പെണ്ണ്, രണ്ടാമത്തെ എടുത്തിട്ടാൽ രണ്ടാമത്തെ ഹൂറിപ്പെണ്ണ്. പള്ളിയിൽ നിന്ന് ഒരു മുറം കരട് വാരിക്കാണ്ട് ഒരാൾ പുറത്തു കൊണ്ടിട്ടാൽ മുറം നിറയെ ഹൂറിപ്പെണ്ണ്. അങ്ങനെ ഇഷ്ടം പോലെ. പള്ളിക്കതും ഒരു കരടെടുത്ത് പുറത്തിട്ട ഒരു ഊറിപ്പെണ്ണ്, രണ്ടാമത്തെ കരടെടുത്തിട്ട രണ്ട് ഊറിപ്പെണ്ണ്, ഒരു മോറം കരടെടുത്ത് മാറ്റിയാൽ ഒരു മോറ ഊറിപ്പെണ്ണ്. ആരാ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചത്? ജബ്ബാർ മാഷിൻ്റെ ശിഷ്യനായിരിക്കും അല്ലേ ഹൈത്തമി? ആയിരിക്കും. ഇയാളെ ബാക്കിയും കൂടെ വേറൊരു പ്രസംഗം കൂടെ ഉണ്ട്, അതും കൂടെ കേട്ട് നോക്കാം. മുല്ലപ്പൂവാടാത്തോണ്ട് തന്നെ മോറും വാടൂല. മുല്ലപ്പൂ വാടുമ്പോഴാണ് മോറ് വാടുക. അതുകൊണ്ട് മുല്ലപ്പൂ വാടൂല, അതുകൊണ്ട് മോറും വാടൂല. മുഖം വാടുകയില്ല. എപ്പോഴും അഴിച്ചു പണിയെടുക്കുന്ന പുതിയ മണിയറയിലെ കട്ടിൽ പോലത്തെ ഒരു കട്ടില്. എന്നും ആദ്യരാത്രിയാണ് സ്വർഗത്തില്, എന്നും ആദ്യരാത്രിയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സ്വർഗാവകാശിയായ ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവനും അവന്റെ കട്ടിലും കൂടിയാണ് യാത്ര ചെയ്യുക. സ്വർഗത്തിലെല്ലാവർക്കും എല്ലാരെയും എപ്പോഴും കാണാന്നാണ്. എന്നാലും ഒരാളെ കാണണമെന്നൊരു പൂതിയാകുമ്പോഴത്തിന് മമ്മൂട്ടിനെ കണ്ടിട്ട് കുറെ കാലമായല്ലോ എന്ന് തോന്നുമ്പോൾ മമ്മൂട്ടിയും കട്ടിലും കൂടി ഇങ്ങനെ വരും. അങ്ങനെയാണ്. കുഞ്ഞാമീനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കുഞ്ഞാമതും കട്ടിലും കൂടി ഇങ്ങനെ വരുന്നതാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിലാന്ന് നമ്മൾ വിചാരിക്കാൻ കേട്ടോ. ഈ പറഞ്ഞത് നമ്മളെ പറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പേരയിൽ വരുന്നത്.
ഈ പറഞ്ഞത് നമ്മളെ പറ്റിയിട്ട് തന്നെയാണ്, വേറെ ആരും പറ്റിയിട്ടല്ല. നമ്മളെല്ലാവരും സ്വർഗത്തിലാണ്, അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതെ, സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്നും ആദ്യരാത്രിയാണ്. ആദ്യരാത്രി മാത്രമാണോ? മൂപ്പര് യാത്ര ചെയ്യുന്നത് പോലും കട്ടുമല. എവിടെ വെച്ചാൽ കൊയമാൻ എവിടെയാന്ന് ചോദിച്ചാൽ കൊയമാൻ കട്ടിലും കൊണ്ട് ഇങ്ങനെ വരും. അപ്പുറത്തൊരു ഹോറിപ്പെണ്ണ് ഇപ്പുറത്തൊരു ഹോറിപ്പെണ്ണ് ഉണ്ടാവും ചിലപ്പോൾ. മൂപ്പരെ കാണണമെങ്കിൽ കട്ടുമല വരിക. കാരണം കട്ടുമെന്ന് നീച്ചിട്ടുള്ള പരിപാടിയില്ല. ഇതാണ് മെയിൻ. ജബ്ബാർ മാഷിൻ്റെ ശിഷ്യനായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. ജബ്ബാർ മാഷ് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞത് കേട്ടിട്ട് പറയായിരിക്കും. നമുക്ക് ഇയാളുടെ തന്നെ വേറൊരു ഇതും കൂടെ കേട്ട് നോക്കാം. നമ്മൾ പറയും പഠിച്ചോനെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട, എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ അള്ള ചോദിക്കും, അല്ല ചെങ്ങായിമാരെ നിങ്ങൾക്ക് ഇന്നൊന്ന് കാണണ്ടേ? അല്ലാ അന്നെ കാണണം, അതിനല്ലേ ഇപ്പൊ ഈ കണ്ട ഇടങ്ങറൊക്കെ ആയത്, നിന്നെ കാണണമല്ലോ എന്ന് പറയും. അങ്ങനെ മനുഷ്യൻ സ്വർഗത്തിലെ അവസാനത്തെ നിയമത്തായി അള്ളാഹുവിനെ കാണണം. കണ്ണുകൊണ്ടല്ല, പിന്നെ ശരീരം മുഴുവനും കൊണ്ട് ഒരാൾ അനുഭവിക്കും. ആ അനുഭവത്തിന്റെ ചെറിയ ഒരു രീതി ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നത് ജിമാഇന്റെ പരിസമാപ്തിയിലാണ്. ജിമാഇന്റെ പരിസമാപ്തിയിൽ ഒരാൾ അനുഭവിക്കുന്ന സുഖം നിരന്തരം അനുഭവിക്കലാണ് അള്ളാഹുവിനെ കാണല്. അതാണ് അള്ളാഹുവിന്റെ ലിഖാഇന്റെ പ്രത്യേകത. അതാണ് ജന്നാത്തുൽ ഫിർദൗസിലെ ഒറിജിനൽ സുഖം എന്ന് പറഞ്ഞത്. തീറ്റൊക്കെ ചെന്നേക്കിനുള്ള പരിപാടിയാ. അത് കുറച്ചാണ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയും. പിന്നെ ആർക്കാ തിന്നാൻ വേണ്ടത്? തീറ്റ ഉണ്ട്, പക്ഷെ അത് ചെന്നേക്കിനുള്ള പരിപാടിയാണ്. കുറെ ആട് കഴിഞ്ഞാൽ അതൊക്കെ പോകും. അള്ളാഹുവിനോട് കണ്ടിട്ട് ആ രസത്തിലങ്ങനെ പോകും മനുഷ്യൻ. ആ സുഖത്തിലങ്ങനെ കഴിഞ്ഞ് കാലാകാലം സ്വർഗത്തിലങ്ങനെ കഴിഞ്ഞു വിടും. ഇവിടെ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അതെന്താണ്? നമ്മുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രതിമൂർച്ചയിൽ അനുഭവിക്കുന്ന സുഖമുണ്ടല്ലോ, ഈ സുഖമാണ് റബ്ബുൽ-ആലമീനായ തമ്പുരാനെ കാണുമ്പോഴുള്ളത്. ഈ സുഖമല്ലാണ്ട് വേറൊന്നുമില്ല. ഈ ഒരു രതിമൂർച്ച, ഈ രതിമൂർച്ചയാണ് മൊത്തത്തിൽ സ്വർഗം. അള്ളാഹിനെ കാണുമ്പോൾ ഏറ്റവും വലിയ മൂർച്ച. ഒരാളപ്പോൾ നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ കട്ടിൽ പോയിട്ട് വരും. ആര്? കട്ടുമെന്ന് നീച്ചിട്ടുള്ള പരിപാടിയില്ല, ഫുള്ള് ഈ രതിമൂർച്ചൻ്റെ പരിപാടിയാണ്. ഫുൾ ടൈം രതി. എന്നിട്ടോ അവസാനം ആ രതിമൂർച്ചയിൽ നിൽക്കുമ്പോൾ പടച്ചവൻ വന്നിട്ട് ചോദിക്കുക, അല്ല നിങ്ങൾക്ക് നമ്മളെ കാണണ്ടേ? അപ്പോൾ പറയാം ആയിക്കോട്ടെ, നമ്മൾ കാണണം, അല്ല അതിനല്ലേ ഇപ്പം നമ്മൾ വന്നത്. എന്നിട്ടെന്താ ആ രതിമൂർച്ചൻ്റെ മാക്സിമം. എന്നാൽ ആ രതിമൂർച്ചയിലാണ് മൊത്തം സ്വർഗത്തിലിങ്ങനെ ജീവിക്കുന്നത്. അള്ളാഹിനെ കണ്ടിട്ടുള്ള രതിമൂർച്ച. ഇത് തിന്നലും കുടിക്കലൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും അതൊന്നും വലിയ വിഷയമല്ല. ഈ മെയിൻ സാധനം ഇതാണ്. ഇതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജീവിക്കണ തന്നെ, രതിമൂർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഐത്തമി സാറ് ഇത് ജബ്ബാർ മാഷിൻ്റെ ശിഷ്യന്മാരായിരിക്കുമല്ലേ? ആവാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ, അതായിരിക്കും. ഈ നേരത്തെ പറഞ്ഞ മൊയ്ലിയാരെന്താ പറയണത് നോക്കാം. അപ്പൊ ആ മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ഉപമ കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തോളി. ഇനി അങ്ങനെ തൗബ ചെയ്ത് ഇത്ര നാൾ അള്ളാഹ് എല്ലാം തരും. നിങ്ങൾ കുടിക്കണം, ഇവിടെ തരുന്നുണ്ട്. ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് നീ ആഗ്രഹിക്കുന്ന മുഴുവൻ അള്ളാഹു തല തരുന്നുണ്ട്. എപ്പോ? ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് വാ, എല്ലാം തരാം. എടാ അവിടെ എനിക്ക് ഏത് പെണ്ണിനെ വേണ്ട വെച്ചാൽ അള്ളാഹു സെറ്റാക്കി തരും. ഇതാണ് ഈ മൊയ്ലിയാർ പറയുന്നത്. അള്ളാഹുവിൻ്റെ മെയിൻ പരിപാടി ഇതാണ്, പെണ്ണിനെ സെറ്റാക്കി കൊടുക്കുക. നമ്മളെ നാട്ടിൽ പറയുന്നത് മാത്തമാറ്റിക്സ് ആക്കി കൊടുക്കുക എന്ന് പറയും. മാത്സിലൊരു സാധനം ഉണ്ടല്ലോ, കുരിശ് പോലെ, അത് ചെയ്തു കൊടുക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ മെയിൻ പരിപാടി എന്നാണ് മൂപ്പര് പറയുന്നത്. നിങ്ങൾക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അള്ളാഹ് സെറ്റാക്കി തരും. നിങ്ങൾ വ്യഭിചരിച്ചോളി, കുഴപ്പമില്ല, ഫുൾ ടൈം വ്യഭിചാരം. ഇതാണല്ലോ മെയിൻ സാധനം. എന്നിട്ട് മൂപ്പര് അത് കഴിഞ്ഞിട്ട് എന്താ പറയണേ? ഏത് തരത്തില് വേണം, ഏത് തരത്തില് വേണം? ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM, ഏത് സാധനം വേണം? ഇതെല്ലാം. ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത എലി, പന്നി, ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു തരാം. അള്ളാഹുവിൻ്റെ സ്വർഗം നിങ്ങളൊന്ന് ആലോചിക്കും. ഇത് മൊത്തം കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗം എന്തായിട്ടൊക്കെ തോന്നുന്നത്? ഒരു ഗ്രാമത്തിലെ തോട്ടത്തിലെ വേശ്യാലയം, ഇതല്ലേ മൊത്തത്തിൽ അല്ലേ? വേറൊരു ഉസ്താദ് പറഞ്ഞുകൂടെ കേൾക്കാം. സ്വർഗത്തിലുള്ള ജനങ്ങളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വല്ലതും കിട്ടാണ്ടോ? ആ സമയത്ത് സ്വർഗത്തിലുള്ള ജനങ്ങൾ പറയുകയാണ്, അല്ലാ, ഞങ്ങൾ രമിച്ച് ഞങ്ങൾ സുഖത്തിന്റെ സുഖലോലുപതികളിൽ ആറാടുകയാണ്. ഇനി ഞങ്ങൾക്ക് സുഖം വേണ്ടല്ലോ. ഇത്ര അധികം സുഖമുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. സ്വർഗത്തിൽ പോയാൽ കണ്ടുപിടിക്കണോട് കുടിച്ചുകൊണ്ടേ ഇരിക്കാം. അതെ, അടുത്ത പരിപാടി ഉണ്ടല്ലേ, സുഖിച്ച് രമിച്ച് കുടിച്ച്. ഇത് നമ്മളെന്താ പറയുക, ഒരാളുടെ ജീവിത ലക്ഷ്യമാണ്. ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇവിടെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെയുള്ള എല്ലാ പരിപാടികളൊക്കെ നടത്തിയിട്ട് മൂപ്പരെ കൊണ്ടുപോകണം. എന്താ ഇങ്ങനെ സ്ഥിരമായിട്ട് രമിക്കുക, കുടിക്കുക, ഇതാക്കുക. ഇതിനു വേണ്ടി മാത്രമാണ് പരിപാടി. ഒന്ന് ആലോചിക്കുക നിങ്ങൾ. ഈ അള്ളാഹുവിനെ നമ്മളെന്താ വിളിക്കേണ്ടത്? ഞാൻ പറയില്ല, നിങ്ങൾ പറഞ്ഞോളേ. ഇതാണ് നിങ്ങൾ അള്ളാഹു. ജബ്ബാർ മാഷ് ആണ് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുന്നത് എന്നാണ് ഹൈത്തമി സാറിൻ്റെ പരാതി ഉണ്ടായിരുന്നത്. ഇതാരാ അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഹൈത്തമിയുടെ അഭിപ്രായ പ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇപ്പോൾ ആരാ? ഹൈത്തമി പറഞ്ഞു ഇപ്പം ഇതല്ല മെയിൻ, വേറെ ഇതൊക്കെ വളരെ ചെറിയ സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ ഉസ്താദുമാർ പറയണത് ഇതാണ് മെയിൻ. ഹൈത്തമി ഇവരോടൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ഈ ഒരു ഉപദേശമൊക്കെ ഒന്ന് കൊടുക്കണത് നല്ലതാണ്. സ്വർഗത്തിൽ സ്ത്രീകളുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകൾ നിർബന്ധമാണ്, സ്ത്രീകൾക്ക് പുരുഷന്മാർ നിർബന്ധമാണ്. സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെന്തേ പറയേണ്ടത്? 10 പെറ്റ തള്ളയുണ്ട് എന്നാണ് പറയേണ്ടത്? അല്ലല്ലോ, ഉടയാത്ത ശരീരമുള്ള സ്ത്രീകളുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതാണ് ഡീസൻസി. അതെ, ഭയങ്കര ഡീസൻസിയാണ്. നമ്മൾ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ ശങ്കരാടിൻ്റെ കഥാപാത്രം ദാസനോടും വിജയനോടും പറയുന്ന ഡയലോഗുണ്ട്. ഇത് നല്ല പശുക്കളാണ്, ഇത് ഷുറുന്ന് പറഞ്ഞിട്ട് പാല് ചുരത്തി തരും എന്ന് പറഞ്ഞിട്ടൊരു സീന്. എന്താണ്? നല്ല പാല് തരുന്ന പശുവാണ്. ഇതേപോലെ തന്നെയാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞിട്ടുള്ളത്? കല്യാണം കഴിക്കുമ്പം ഒരു പെണ്ണിനെ ചൂസ് ചെയ്യുമ്പം എന്തായിരിക്കണം? അതായത് ഒരുപാട് പ്രസവിക്കുന്ന കുടുംബത്തിൽ നിന്നും വേണം കല്യാണം കഴിക്കുമ്പം ഒരുപാട് പ്രസവിക്കുന്ന കുടുംബത്തിലുള്ള പെണ്ണിനെ വേണം കെട്ടാൻ എന്നാണ് മുത്തു റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹൈത്തമി സാറ് പറയുന്നത് എന്താണ്? 10 പെറ്റ പെണ്ണുങ്ങൾ ആണോ, ശരീരമുടഞ്ഞു പോയ പെണ്ണുങ്ങൾ ആണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളെ പൂതി അങ്ങ് കെടുവെന്ന്. അതായത് ഇപ്പം ഇതേപോലെ നല്ല പ്രൊഡക്ഷൻ മെയിൻ സംഭവം അതാണല്ലോ. മെയിൻ ഈ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞ സംഭവമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ കൃഷി നന്നായിട്ട് വിളവ് തരുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറയുകയും ആ സ്ത്രീകളെ തന്നെ എന്ത് ചെയ്യുന്നു? 10 പെറ്റ സ്ത്രീകൾ നമുക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ 10 പെറ്റ് കഴിഞ്ഞാൽ ആ ഇമ്പം അങ്ങോട്ട് അവസാനിക്കും. അതാണ് ഹൈത്തമി സാറിൻ്റെ ഈ പറഞ്ഞതിലെ താല്പര്യം. 10 പെറ്റ സ്ത്രീകളോട് മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ കൃഷി മാക്സിമം പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 പെറ്റ സ്ത്രീകളോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. അതായത് സ്വന്തം പാർട്ട്ണറായിട്ട് ഒരേപോലെ തുല്യമായിട്ട് ജീവിക്കേണ്ട 2 ആളുകളിൽ ഒരാളാണ് എന്ത്? സ്ത്രീ എന്ന് പറഞ്ഞാൽ. ആ സ്ത്രീയെയാണെന്ത് 10 പെറ്റ, ഇത് കൂടുതൽ പ്രസവിക്കണമെന്നുള്ള ഉപദേശം അപ്പുറമുണ്ട്. അതനുസരിച്ച് അത് ചെയ്തിട്ട് ആ സ്ത്രീയെ ഇങ്ങനെയാണ് മൂപ്പർ അവതരിപ്പിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീ. ഇനി 10 പെറ്റതിൻ്റെ ശേഷം ഇമ്പം നഷ്ടപ്പെട്ടാലോ പിന്നെയും അടുത്ത കൃഷിയിടം വാങ്ങുന്നു. ആ കൃഷിയിടത്തിന് 10 പെറ്റിട്ട് അതിൻ്റെ ഇമ്പം പോയാലോ അടുത്ത കൃഷിയിടം വാങ്ങുന്നു. അങ്ങനെ 4 കൃഷിയിടം വരെ വാങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ ഇനിയിപ്പോൾ വീണ്ടും അതിൻ്റെ ഇമ്പം പോയി കഴിഞ്ഞാലോ? കാരണം ഇമ്പം പോവില്ല. 10 പെറ്റ് കഴിഞ്ഞാൽ 10 പെറ്റ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് അല്ല എന്നാണല്ലോ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കൃഷിയിടം അങ്ങ് വിറ്റാൽ മതി, അല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാൽ മതി. അവിടെ പിന്നെ കൃഷി നടത്തുന്ന താല്പര്യമില്ലല്ലോ, ആ മൂഡ് പോവും. മൂപ്പരെ ഹൈത്തമി സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മൂപ്പർക്ക് അതൊരു മൂഡ് കിട്ടില്ല. ഇവരൊക്കെ പൂതി നോക്കി നിങ്ങൾ. ഇനി അടുത്ത ഒരു പൂതി പറയണ
വേറൊരു പ്രസംഗം കൂടെ കേട്ടു നോക്കാം. താഴെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. എത്ര സ്ത്രീകൾ ഈ ഭർത്താവ് സ്വർഗത്തിലേക്കുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നതാണ് പ്രശ്നം. ഓളാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ വേണ്ട എന്ന് ആലോചിക്കണ്ട. കാരണം ആള് ഓളന്നെയാണ്, പക്ഷെ പല്ലിന് ചെരിവൊന്നും ഉണ്ടാവില്ല. ആള് മൂപ്പരെന്നെ സാലിം വയസ്സ് തന്നെയാണ്, പക്ഷെ ഒരു പല്ല് ചെരിഞ്ഞുകാണ്ടൊന്നും ആവൂല എന്നർത്ഥം. 35 വയസ്സാണ്. 35 വയസ്സാണ്. സ്ത്രീകൾക്ക് 16 വയസ്സാണ്. ഇന്നലെയും 16ആണ്, ഇന്നും 16ആണ്, നാളെയും 16ആണ്, എപ്പോഴും 16ആണ്. പുരുഷന്മാർക്ക് 35 വയസ്സാണ്, എപ്പോഴും 35ആണ്, ഏറൂല കുറയില്ല. പീഡോഫീലിയാണ് മൂപ്പര മനസ്സിൽ. ഇപ്പോഴും 16 വയസ്സുള്ള കുട്ടീനെ വേണം. മൂപ്പര പൂതി അതാണ്. 35 വയസ്സായാലും 16 വയസ്സുള്ള കുട്ടികളായിരിക്കണം. നമുക്കതാണ് നമ്മുടെ മൂഡ്, നമ്മളെ താല്പര്യം അതാണ്. ഇതുപോലെ ഇയാളുടെയൊക്കെ മനസ്സിൽ ചിന്ത ഒന്ന് ആലോചിക്കുക. ഇയാൾ ആ പൂതിയും വെച്ച് നടക്കുക. 16 വയസ്സുള്ള കൊച്ചിനെ വേണം മൂപ്പര് സ്വർഗത്തിൽ. അതാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പീഡോഫീലിയെ പ്രോത്സാഹിപ്പിക്കുന്ന സാധനം വെച്ചുകൊണ്ടാണ് ഇവർ മഹത്തായ മാനവിക മതം എന്ന് പറഞ്ഞ് കണ്ടു നടക്കുന്ന സാധനം. ഈ പൂതി മനസ്സിൽ, അയാളുടെ മനസ്സിലെ പൂതി നോക്കി നിങ്ങൾ. 16 വയസ്സുള്ള ചെറിയ കുട്ടികൾ വേണം മൂപ്പർക്ക് സ്വർഗത്തിൽ. അതാണ് മൂപ്പര് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇയാളുടെ വേറൊരു സാധനം കൂടെ കേട്ടു നോക്കി നിങ്ങൾ. അസ്വാജും അവരുടെ ഇണകളും. ഏത് ഇണ? ദുന്യാവത്തെ അതേ ഇണ. ദുന്യാവത്തെ അതേ ഇണ തന്നെയാണ്. ഇവിടുത്തെ അതേ ഭർത്താവാണ്, ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുണ്ടാകുക. പക്ഷെ ബേജാറാകാനൊന്നുമില്ല. പല്ല് ചെരിഞ്ഞതൊക്കെ നേരാക്കി തരും. ഒറ്റ തട്ട് അത് നേരാവും. സ്വർഗത്തിലാരും കറുത്തവരില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂല് നല്ലൊരു റേസിസ്റ്റ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശല്യമാണ് ഇയാളെ കൊണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ ശല്യങ്ങളാണ് ഇറക്കി വിടുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കറുത്ത ആൾക്കാരെ നമുക്ക് ഇഷ്ടമല്ല. അത് പണ്ട് അടിമനെ വാങ്ങുമ്പോൾ ഒരു വെളുത്ത അടിമയ്ക്ക് 2 കറുത്ത അടിമനാണ് മൂപ്പര് കൊടുത്തത്. പകുതി വിലയുള്ളൂ കറുത്തതിന്. അത് അള്ളാഹ്ക്കും റസൂലിനും വെളുത്തത് ഭയങ്കര മൂടാ. മൂപ്പര് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് എല്ലാവരും. പക്ഷെ എന്താണ്, മൂപ്പർക്ക് കറുപ്പ് ഇഷ്ടമല്ല. മൂപ്പര് ഉണ്ടാക്കിയ സൃഷ്ടിയൊക്കെയാണ്. മൂപ്പർക്ക് അത്ര ഒരു വൈബില്ല. അപ്പോൾ മൊത്തത്തിൽ പറയാനുള്ളത് ഇതന്നെ ഇപ്പോൾ ഒരുപാട് ലെങ്തായി. ഹൈത്തമി പറയുന്നത് സ്വർഗത്തിനെ ഇവിടെ എന്ത് ചെയ്യുന്നു, ജബ്ബാർ മാഷ് തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുന്നു. അതാണ് മൂപ്പരാണ് തുടങ്ങിയത് തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കാൻ എന്നാണ് പറഞ്ഞു തരുന്നത്. അവസാനം മൂപ്പര് പറഞ്ഞു 10 പെറ്റ തള്ളുണ്ട് എന്ന് പറയണോ എന്ന്. അതും മൂപ്പര് ചോദിച്ചു. മൂപ്പര് തന്നെ ആ സാധനം എടുത്തിട്ട് അവസാനം കലവടച്ചു. പിന്നെ മൂപ്പര് ഈ പ്രസംഗത്തിൽ ഈ ഒരു ഇതിൽ ഇതേപോലെ മൂപ്പര് ഒന്ന് ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഒരു ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് കുട്ടപ്പനാക്കിയിട്ട്, അതായത് മൂപ്പര് നേരത്തെ പറഞ്ഞ പോലെ ഒരു സദസ്സിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഹൈത്തമി നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ സ്വർഗ്ഗം ഒരു സദസ്സിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത്രയും മതപണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതാണ് ഇവരുടെ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്. സ്വർഗത്തിലെത്തുമ്പോൾ പിന്നെ ലിംഗം കൊണ്ടുള്ള പരിപാടി, അതായത് കൃഷി മാത്രം. നേരത്തെ ഹൈത്തമി പറഞ്ഞ പോലെ അവിടെ ഒരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ കൃഷി. ആ കൃഷി എന്താണ്, ഈ പറഞ്ഞ ഫുൾ ടൈം കട്ടിൽ കിടന്നിട്ട് എന്നും ആദിരാത്രിയുള്ള ഒരു കൃഷി. ആ കൃഷി മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ, ആ തോട്ടത്തിൽ. അങ്ങനെ കൃഷി എടുത്താൽ ആ കൃഷി നടത്താനുള്ള പൂതി വെച്ചാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞ പോലെ മൂപ്പർക്ക് 16 വയസ്സുള്ള കൊച്ചിനെ വേണം കൃഷി ചെയ്യാൻ. മൂപ്പരെ പൂതി അതാണ്, മെയിൻ പരിപാടി ഇതാണ്. പിന്നെ സ്ഥിരം തള്ളുകഥകൾ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. കാരണം ഇത് മാത്രമാണോ പറയണത്? അല്ല, ഇനി അവിടെ കുറച്ച് കൊതിപ്പിക്കലും കുറച്ച് ചിക്കൻ ഫ്രൈ, പറന്നു പോകുന്ന ചിക്കൻ ഫ്രൈയും കാര്യങ്ങളും കോമഡികളും ഉണ്ട് വേറെ. അതും കൂടെ പ്ലേ ചെയ്തിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഹൈത്തമീൻ്റെ സ്വർഗം, അതായത് അള്ളാഹു പറയുന്ന സ്വർഗം, ഇസ്ലാം പറയുന്ന സ്വർഗം, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു വേശ്യാലയം പോലെയാണ്. ഇതാണ് പരിപാടി, ബ്രോത്തൽ. അതാണ് മൂപ്പര് അവതരിപ്പിക്കുന്നത്. സ്ത്രീകളെക്കുറിച്ച് വലിയ പ്രസക്തിയൊന്നുമില്ല. സ്ത്രീകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, അതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് വലിയ റോളൊന്നുമില്ല. സ്ത്രീക്ക് ഇവിടെയുള്ള ഭർത്താക്കന്മാരൊക്കെ തന്നെ, അവർക്ക് അതിനുള്ള പൂതി ഉണ്ടാവില്ല എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞു വെക്കുന്നത് ഈ പ്രസംഗത്തിൽ തന്നെ. സ്ത്രീകൾ അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ഇതിനോടുള്ളൊരു പൂതിയൊന്നും ഉണ്ടാവില്ല. പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് പരിപാടി. ആദമിനെ സൃഷ്ടിക്കുമ്പം തന്നെ പടച്ചോൻ ആദം ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആദമിൻ്റെ ഒരു സങ്കടം കണ്ടിട്ട് ഒരു ഇണയുണ്ടാക്കി കൊടുത്താണെന്ന് വരെ, അങ്ങനെയാണ് ഹൗവയെ സൃഷ്ടിച്ചത്.
ആദം ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്ന സാഡായിട്ട് നടക്കുന്നതുകൊണ്ട് ഹവ്വയെ സൃഷ്ടിച്ചു കൊടുത്തു എന്ന് പോലും പറഞ്ഞു വെച്ച പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായല്ലേ? ഇനി കുറച്ച് തള്ള് കേസ് കൂടെ കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സ്വർഗത്തിൽ ഒരുപാട് പ്രത്യേകതയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം സ്വർഗത്തിൽ നിന്ന് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങളൊക്കെ അല്ലേ ഓരോന്നും ഉമ്മാൻ്റെ മുമ്പിൽ പറയാനും ഉപ്പാൻ്റെ മുമ്പിൽ പറയാനൊക്കെ, സ്വർഗത്തിലെത്തിയാൽ എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടും. എന്തും ആഗ്രഹിക്കാം, അതാ സ്വർഗത്തിന്റെ പ്രത്യേകത. എന്തും ആഗ്രഹിക്കാം, എന്താഗ്രഹിച്ചാലും കിട്ടും. അതിൽ ഒരു മരം ഉണ്ടത്രേ. ആ മരം വലിയൊരു മരം. ആ മരത്തിന്റെ താഴെയൂടെ നമ്മൾ ഇങ്ങനെ നിഴലിലൂടെ നടന്നാലേ 100 കൊല്ലം നടന്നാലും ആ നിഴല് കഴിയൂല. അപ്പൊ എത്ര വലിയ മരക്കാരത്. അവിടുത്തെ മണ്ണ് കുങ്കുമം കൊണ്ടാണ്. പിന്നെ ഇഷ്ടിക സ്വർണവും വെള്ളി കൊണ്ടുള്ളതാണ്. ചെരക്കല്ല് തന്നെ അവിടുത്തെ രത്നവും മുത്തും കൊണ്ടൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ഭംഗിയായിരിക്കും ആ സ്വർഗം അല്ലേ? ഒത്തിരി. അവിടെ 4 പുഴയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പുഴയില്ലേ? ആ പുഴ ഏതാ? എല്ലാ പുഴയിലും വെള്ളം തന്നെയാണ്. പക്ഷെ സ്വർഗത്തിലെ പുഴയിൽ എല്ലാത്തിലും വെള്ളമല്ല. ഒന്ന് വെള്ളത്തിൻ്റെതുണ്ട്, ഒന്ന് പാലിങ്ങനെ ഒലിക്കും, ഒന്ന് തേനിന്റെ പുഴ. എന്ത് രസമായിരിക്കും അല്ലേ? ഒന്ന് കള്ളിന്റെ പുഴ. ഇവിടത്തെ തേനോ ഇവിടത്തെ കള്ളോ ഇവിടത്തെ വെള്ളോ ഇവിടത്തെ പാല് പോലും ഒന്നും ആവില്ലത്. നല്ല ടേസ്റ്റുള്ള വളരെ സന്തോഷം തരുന്ന പാനീയങ്ങളാണ്. പറഞ്ഞാലും തീരാത്തത്രയുണ്ട് സ്വർഗത്തിന്. ഇപ്പം ഈ കള്ളിൻ്റെ പുഴ, പാലിൻ്റെ പുഴ, പുഴേൻ്റെ പ്രശ്നമൊക്കെ തീർന്നെന്ന് തോന്നുന്നു ഹൈത്തമീൻ്റെ. ഇനി കുറച്ചും കൂടെ അതേപോലെയുള്ള കോമഡി, ഇതിലൊന്നും കൂടുതൽ പറയാനില്ല. ഇനി കുറച്ചും കൂടെ ഇതേപോലുള്ള കോമഡി കൂടെ കേൾക്കാം. സ്വർഗത്തിലൊരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂമുണ്ടാവും. ഒരു റൂം തന്നെ 120 കിലോമീറ്റർ ഉണ്ടാവും. ഇനി ഷർട്ട് എവിടെ വെക്കുക, ഷൂ എവിടെ വെക്കുക എന്ന ആശങ്കയൊന്നും അവിടെ വേണ്ട. അത്രയും വിശാലമായ ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. സ്വർഗം നമുക്ക് ചിന്തിച്ചിട്ട് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഇമാജിനേഷൻ. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെ മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും സ്വർഗം? സ്വർഗത്തിൽ ഒരു ആപ്പിള് പറിക്കുമ്പോ 2 ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും. പറിക്കുമ്പോഴേക്ക് വലിയ ഇംഗ്ലീഷിലൊന്നും അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാല്, സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ഒരു വാഴയിൽ തന്നെ 100കണക്കിന് കുലകൾ, ഒരു കുലയിൽ 1000കണക്കിന് പഴങ്ങൾ. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയുമിന് കടിക്കുമുണ്ടാവും തേൻ ഇങ്ങനെ ഉറ്റും. ഒരു പക്ഷി പറന്നു പോകുമ്പോൾ ഒരാൾ വിചാരിച്ച് ഇതെങ്ങാനും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം, ഡ്രൈ ചിക്കൻ വിചാരിക്കുമ്പോഴേക്കുണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ. മൂപ്പര് വിചാരിക്കുണ്ടാവും മല്ലിച്ചപ്പ് മുളകല്ല എപ്പാ പുരട്ടിയത്, ഫാസ്റ്റ് ഫുഡിൽ നെത്തിങ്ങ. സ്വർഗത്തിൽ എത്തി നോക്കണം, ഇതൊന്നും നമുക്ക് അറിയായിട്ടല്ലേ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. കഷ്ടം. എന്തോ ഇഷ്ടമായെന്ന്. ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ, അതായത് അബ്ദുൽ ജബ്ബാർ കൂടാണ്ട് ജബ്ബാർ കൂട്ടിയാൽ മതി. അള്ളാൻ്റെ പേരാണല്ലോ ജബ്ബാർ. മൂപ്പരെ തള്ളാണിത്. അപ്പോൾ ഇതാണ് ഇസ്ലാമിലെ സ്വർഗം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.